अस्सलामु अलैकुम। अस्सलामु अलैकुम। अल्हम्दुलिल्लाह अल्हम्दुलिल्लाहि रब्बिल आलमीन नुसल्ली व नुसल्लिमु अला नबियिना മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. വളരെ പ്രിയമുള്ള എൻ്റെ അനുജന്മാരെ, അനുജത്തികളെ, നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു നല്ല പ്രവർത്തനമായി ദയാലുവായ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രസംഗിച്ച് നിങ്ങളെ മടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പറയുന്ന എന്നെക്കാൾ പുതിയ കാലത്തോടും പുതിയ സന്ദർഭങ്ങളോടും സംവദിക്കാൻ ശേഷിയുള്ള, കഴിവും പ്രാപ്തിയുമുള്ള ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന് എനിക്ക് നന്നായി അറിയാം. ഒരു കണ്ണ് കാണാത്ത മനുഷ്യനും കണ്ണു കാണുന്ന ഒരാളും ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഈ കണ്ണ് കാണുന്ന ആൾക്ക് തിരിഞ്ഞു പോകാനുള്ള സ്ഥലമെത്തിയപ്പോൾ അയാൾ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ഈ അന്ധന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ അന്ധൻ പറഞ്ഞു, എനിക്ക് മെഴുകുതിരിയുടെ ആവശ്യമില്ല, എനിക്ക് രാവും പകലൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പൊ ഈ കണ്ണ് കാണുന്ന മനുഷ്യൻ പറഞ്ഞു, എടാ, ഇത് നിനക്ക് കാണാനല്ല, വേറെ ആരെങ്കിലും വന്നിട്ട് നിന്നെ തട്ടി വീഴാതിരിക്കാനാണ്, നീ വരുന്നുണ്ട് എന്ന് മറ്റുള്ളവർ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അന്തരാ മെഴുകുതിരി വാങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. കുറച്ചു ദൂരം നടന്നു പോയപ്പോഴേക്ക് ഒരാൾ വന്ന് ഈ അന്ധനെ തട്ടി, രണ്ടുപേരും വീണു. അന്ധന് വല്ലാതെ ദേഷ്യം വന്നു. അന്ധൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ മെഴുകുതിരി നീ കാണുന്നില്ലേ, എന്നിട്ട് വന്നിട്ട് തട്ടിമുട്ടി വീഴണോ? അപ്പൊ വന്ന മനുഷ്യൻ പറഞ്ഞു, മെഴുകുതിരിയോ? നിന്റെ കയ്യിലും മെഴുകുതിരി ഒന്നുമില്ല. ഉണ്ട് എന്ന് നീ വിചാരിച്ച, കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നീ വിചാരിച്ച ആ മെഴുകുതിരി എപ്പോഴോ കെട്ടുപോയിരിക്കുന്നു. ഇസ്ലാം ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം പ്രസരിക്കേണ്ടത്, ജ്വലിക്കേണ്ടത് നമ്മുടെ അകത്താണ്. പലപ്പോഴും ജ്വലിക്കുന്നുണ്ട് എന്നത് വെറുമൊരു ഊഹമായി, വിചാരമായി മാറുമ്പോഴാണ് പുറത്തേക്ക് ഇരുട്ട് വരാൻ തുടങ്ങുക. നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കേണ്ട വെളിച്ചത്തിന്റെ പേരാണ് ഇസ്ലാം. നമ്മുടെ ഉള്ളിൽ ആ ഒരു വെളിച്ചത്തിന്റെ വിപ്ലവം സംഭവിക്കുമ്പോൾ ലോകം മുഴുവനും മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും. We need a revolution of heart. Then you will see how the world will change. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു വിപ്ലവമാണ് റെവല്യൂഷൻ ഓഫ് ഹാർട്ട്. ഹൃദയത്തിൽ നടക്കുന്ന ഒരു വെളിച്ചമാണ്, വിപ്ലവമാണ്. അപ്പോഴാണ് പുറത്ത് മാറാൻ തുടങ്ങുക. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ വെളിച്ചവുമായി കടന്നു വന്ന സമയത്ത് ശത്രുക്കളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ആ ശത്രുക്കളുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകളെ പ്രവാചക തിരുമേനിക്ക് വല്ലാത്ത ഇഷ്ടവുമായിരുന്നു. അവരുടെ കഴിവിനെ, അവരുടെ ആർജവത്തെ, അവരുടെ സ്വാധീനത്തെ ഒക്കെ. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. പ്രവാചക തിരുമേനി പ്രാർത്ഥിച്ചിരുന്നു,
അള്ളാഹുവേ, ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വരണേ എന്ന്. ഉമർ ഇസ്ലാമോഫോബിയയുടെ വക്താവായിരുന്നു. ഇസ്ലാമിനെ കുറിച്ചുള്ള പേടി പ്രചരിപ്പിക്കുന്ന ഒരാളായിരുന്നു. ഇസ്ലാമോഫോബിയ എന്നത് അന്നേ ഉള്ളതാണ്. ചില ആളുകൾക്ക് വെള്ളത്തെ പേടിയായിരിക്കും, ചില ആളുകൾക്ക് തീരെ പേടിയായിരിക്കും. ഹൈഡ്രോഫോബിയ എന്ന് പറയും, വെള്ളത്തോട് പേടി. വെള്ളത്തിന്റെ കുഴപ്പമല്ല അത് ഈ പേടിക്കുന്ന ആളുടെ കുഴപ്പമാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോൾ അവിടെ ഇസ്ലാം ഒരു പ്രതിയല്ല, അത് പേടിക്കുന്നവരുടെ മനോനിലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയം പ്രചരിപ്പിക്കുന്ന ആളുകളിൽ ഒരാളായിരുന്നു ഉമർ. ആ ഉമറാണ് പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഉള്ളിലൊരു വെളിച്ചം പ്രസരിപ്പിച്ചപ്പോൾ, ഉള്ളിലൊരു വെളിച്ചം കത്തിജ്വലിച്ചപ്പോൾ ഉമർ മാറിയപ്പോൾ ഒരു കാലഘട്ടമാണ് മാറുന്നത്. കഠിനമായ മനസ്സിന്റെ ഉടമ, അലിവിന്റെ അരുവിയായി മാറിയ ചരിത്രമാണ് ഉമറിന്റെ ചരിത്രം. പ്രവാചക തിരുമേനിയുടെ ഉത്തരാധികാരിയായി, ഖലീഫയായി മാറി പിന്നെ ഉമർ. ഖലീഫത്തു റസൂലില്ല എന്നാണ് പറയാ. റസൂൽ തിരുമേനിയുടെ ഉത്തരാധികാരിയായി മാറി. ആര്? നീതിയോ നിയമമോ ഇല്ലാതിരുന്ന കാട്ടറബി പോലെ മനസ്സുണ്ടായിരുന്ന ഉമർ നിയമം പാലിക്കുന്ന ഖലീഫയായി മാറുകയാണ്. ഉമറിന്റെ ഉള്ളിലാണ് വെളിച്ചം പ്രസരിച്ചത്. ഉള്ളിന്റെ ഉള്ളിലാണ് ആ വിപ്ലവം ആരംഭിച്ചത്. മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നാണ് നവോത്ഥാനത്തിന്റെ വിത്തിറങ്ങിയത്. ആ ഉമർ മാറുകയാണ്. പാതിരാവുകളിൽ ചങ്ങാതിമാരോടൊപ്പം മദ്യസദ്യകളിൽ കൂടിയിരുന്ന ഉമർ പാതിരാവുകളിൽ വീടിൽ നിന്നിറങ്ങുകയാണ്. എന്തിന്? നാടിന്റെ ക്ഷേമം അറിയാൻ വേണ്ടിയിട്ട്. ശീലങ്ങളാണ് മാറുന്നത്. രണ്ടും ശീലമാണ്. ഒന്ന് നല്ല ശീലമാണ്, ഒന്ന് ചീത്ത ശീലമാണ്. ഒരു നേരം മദ്യപിച്ചിട്ടില്ലെങ്കിൽ ശരീരം വിറക്കുന്ന ആളുകളായിരുന്നു സ്വഹാബികളിൽ ചില ആളുകൾ. ഒരു നേരം മദ്യം കുടിച്ചിട്ടില്ലെങ്കിൽ ശരീരം വിറക്കുന്ന ആളുകളായിരുന്നു. ആൽക്കഹോളിക് ആകുന്നതിന്റെ ഒരു അടയാളമാണ് ശരീരം വിറക്കുക. വെറുതെ ഇങ്ങനെ വിറക്കും അവരുടെ ശരീരം. അപ്പൊ ഒരു നേരം മദ്യപിച്ചിട്ടില്ലെങ്കിൽ ശരീരം വിറച്ചിരുന്ന ആളുകൾ ഒരു നേരത്തെ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടാൽ പള്ളിമൂലയിലിരുന്ന് കൊച്ചു കുഞ്ഞിനെ പോലെ കരയുന്നവരായി മാറി. രണ്ടും ശീലമാണ്. ഒന്ന് നല്ല ശീലമാണ്, ഒന്ന് ചീത്ത ശീലമാണ്. വിഗ്രഹങ്ങളുടെ മുന്നിൽ കൈകൂപ്പി നിന്നിരുന്ന ആളുകൾ അതേ കൈകൾ കൊണ്ട് അതേ വിഗ്രഹങ്ങളെ തച്ചുടച്ച ചരിത്രം നമ്മൾ വായിച്ചു. രണ്ടും ശീലമാണ്. അവനവൻ ആരാധിച്ചിരുന്ന വിഗ്രഹത്തെയാണ് അവർ തച്ചുടച്ചത്, മറ്റൊരാൾ ആരാധിക്കുന്ന വിഗ്രഹത്തെയല്ല. അപ്പൊ രണ്ടും ശീലമാണ്. ഒന്ന് നല്ല ശീലമാണ്, ഒന്ന് ചീത്ത ശീലമാണ്. ശീലങ്ങളിലാണ് മാറ്റം സംഭവിച്ചത്. അവരുടെ ശീലങ്ങൾ മാറിയപ്പോൾ ഒരു കാലഘട്ടമാണ് മാറിയത്. അപ്പൊ ഈ വെളിച്ചമാണ് മതത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത്. പാതിരാവുകളിൽ ഇറങ്ങി നടക്കുന്ന ഉമറിന്റെ ചരിത്രമുണ്ട്, നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഒരിക്കൽ അദ്ദേഹം കൂടെ ഒരു സഹാബിയോടൊപ്പം പാതിരാവിൽ ഇറങ്ങി നടക്കുകയാണ്. അപ്പോഴാണ് ദൂരെ ഒരു മിന്നാമിനുങ്ങിന്റെ വെളിച്ചം പോലെ ഒരു ചെറിയ നിലാവട്ടം. ഉമർ അങ്ങോട്ട് ചെന്നു. അതൊരു ചെറിയ വീടാണ്, ഒരു കൂരയാണ്. ഉമർ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. ആ വീട്ടിൽ നിന്ന് സലാം അടക്കുന്നില്ല. വീണ്ടും പറഞ്ഞു, അപ്പോഴും സലാം അടക്കുന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യവും പറഞ്ഞു. അപ്പൊ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഒരു പാവ ഉമ്മ ഇറങ്ങി വന്നു. അവർ കരയുന്നുണ്ടായിരുന്നു. ഉമർ ചോദിച്ചു, എന്തിനാണ് ഉമ്മ കരയുന്നത്? അപ്പൊ അവര് പറഞ്ഞു, എന്റെ കുട്ടികൾ കരയുന്നത് കൊണ്ട് കരയാണ്. എന്തിനാണ് നിങ്ങളുടെ കുട്ടികൾ കരയുന്നത്? അപ്പൊ ആ ഉമ്മ പറഞ്ഞു, വിശന്നിട്ടാണ് കരയുന്നത്. അപ്പൊ ഇവിടെ ഭക്ഷണമൊന്നുമില്ലേ? ഇല്ല, ഭക്ഷണമില്ല.
ഒന്നുമില്ലേ? ഒന്നുമില്ല. നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കാൻ ഇവിടെ ഭക്ഷണമില്ലേ? ആ ഉമ്മ ആവർത്തിച്ചു പറഞ്ഞു, ഒന്നുമില്ല. ഇത് കേട്ടപാടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിയെ അവിടെ നിർത്തിയിട്ട് ഉമർ വീട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടിൽ പോയിട്ട് കുറച്ച് ചപ്പാത്തിക്കുള്ള പൊടിയും ചപ്പാത്തി ചുടുന്ന കല്ലും കുറച്ച് നെയ്യും എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ആ ഉമ്മയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പ്രിയങ്കരിയായ പ്രിയതമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. രണ്ടുപേരും ആ ഉമ്മയുടെ വീട്ടിലെത്തിയിട്ട് ആ ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചു നേരം അടുക്കളയിൽ നിന്നൊന്ന് മാറി നിൽക്കണം. അവരടുക്കളയിൽ നിന്നും മാറി നിന്നു. ആ നാടിന്റെ ഭരണാധികാരിയും ഭരണാധികാരിയുടെ ഭാര്യയും ആ അടുക്കളയിൽ കയറിയിട്ട് ചപ്പാത്തി ചുട്ട് ആ പാവ ഉമ്മയ്ക്കും ആ പിഞ്ചു മക്കൾക്കും അത് വിളമ്പിക്കൊടുത്ത് അവരത് ആർത്തിയുടെ ആനന്ദത്തോടെ കഴിക്കുന്നത് കണ്ട് ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഒന്നാമതായി പറഞ്ഞു, ഞാൻ ഈ ചെയ്തു തന്ന കാര്യം നിങ്ങളൊരാളോടും പറയരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന്. നിങ്ങളൊരാളോട് ഇത് പറയുന്നത് എനിക്ക് പൊരുത്തമില്ലാത്ത കാര്യമാണ്. രണ്ടാമതായി പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരാളാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഞാൻ ഈ ചെയ്തു തന്ന കാര്യം മനുഷ്യരോടൊന്നും പറയണ്ട, പക്ഷേ അള്ളാഹുവിനോട് പറയണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ആ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോരാണ്. പാതിരാവുകൾ ഉമർ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുകയായിരുന്നു. സത്യവിശ്വാസത്തിന്റെ വെളിച്ചം കടന്നു വന്നതോടുകൂടി ഒരു ജീവിതം മാറുകയാണ്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, we need a revolution of heart, then you will see how the world will change. നമ്മുടെ ഉള്ളു മാറുമ്പോൾ പുറത്ത് മാറുന്നത് നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും, നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും ആ മാറ്റം. ലോകം ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറിയ കൂറും ചർച്ചകൾ ഇസ്ലാമിനെതിരെയുള്ള പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ്. ഇസ്ലാമിനെതിരെയുള്ള വലിയൊരു പ്രചാരണ യുദ്ധം നടക്കുകയാണ്. അത് വളരെ വ്യവസ്ഥാപിതമാണ്, വളരെ സംഘടനാശക്തിയുള്ളതാണ്, ഒരുപാട് ആലോചനകളുടെ ശേഷം നടക്കുന്നതാണ്, വെറുതെ നടക്കുന്നൊന്നുമല്ല. ഇസ്ലാമിനെതിരെയുള്ള വലിയൊരു പ്രൊപ്പഗണ്ടയാണ്. ആ പ്രൊപ്പഗണ്ടയുടെ ഇരകളാണ് ലോകത്തുനിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ. അമേരിക്കയിലൊരു വിദ്യാർത്ഥി ഒരു ക്ലോക്ക് ഉണ്ടാക്കിയാൽ അമേരിക്കയിൽ അതൊരു പേടിപ്പെടുത്തുന്ന കാര്യമല്ല. പക്ഷെ അമേരിക്കയിലെ അഹമ്മദ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി ഒരു ക്ലോക്ക് ഉണ്ടാക്കിയാൽ അത് ക്ലോക്ക് തന്നെയാണോ എന്ന സംശയം ആ വിദ്യാർത്ഥിയുടെ അധ്യാപികക്കുണ്ടാകുന്നു. ആ കുട്ടിയുടെ പേരാണ് പ്രശ്നം, ആ കുട്ടിയുടെ മതമാണ് പ്രശ്നം, ആ കുട്ടി ഉണ്ടാക്കിയ ഉപകരണമല്ല പ്രശ്നം. അഹമ്മദ് മുഹമ്മദ് ഒരു ക്ലോക്ക് ഉണ്ടാക്കിയിട്ട് ടെക്സസിലെ അവന്റെ സ്കൂളിലെ എഞ്ചിനീയറിംഗ് അധ്യാപകന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷെ അതിന്റെ സൗണ്ട് കേട്ട് ടീച്ചർക്ക് പേടിയാവുന്നു. ടീച്ചർ നേരെ വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. കാരണം ഇവന്റെ പേര് അഹമ്മദ് മുഹമ്മദാണ്. ഇവൻ ആരുടെയൊക്കെ ഏജന്റ് ആണ് എന്ന് സംശയിക്കപ്പെടേണ്ടതുണ്ട്. ഇവൻ ആരുടെയൊക്കെ ഏജന്റായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് നേരത്തെ അവിടെ പ്രചാരണ യുദ്ധം നടന്നിട്ടുണ്ട്. ആ പ്രചാരണ യുദ്ധത്തിന്റെ ഭാഗമാണ് ആ ടീച്ചറുടെ മനസ്സിലാണ് ഇസ്ലാമോഫോബിയയുടെ വിത്തിറങ്ങുന്നത്. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവൻ കുറ്റവാളിയല്ല എന്നും അവനുണ്ടാക്കിയത് ബോംബല്ല എന്നും തിരിച്ചറിഞ്ഞപ്പോ അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചുവിടുന്നു. ലോകം മുഴുവൻ അത് വാർത്തയാകുന്നു. മാപ്പ് പറയുന്നു ആര്? ആ രാജ്യത്തിന്റെ പ്രസിഡന്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ രാജ്യത്തിന്റെ പ്രസിഡന്റാണ് മാപ്പ് പറഞ്ഞത്. മാപ്പ് പറയുക മാത്രമല്ല, അഹമ്മദ് നിന്റെ ക്ലോക്കുമായിട്ട് നീ വൈറ്റ് ഹൗസിലേക്ക് വാ. അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു, അഹമ്മദിനെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു. നൂറ്റാണ്ടുകളായി അമേരിക്കയിലെ
ഭരണാധികാരികളുടെ കയ്യിൽ കലർന്ന കൊലച്ചോരയ്ക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ഒരൊറ്റ ക്ഷണപത്രം കൊണ്ടാണ് മറുപടി കൊടുത്തത്. എത്ര വലിയൊരു പ്രവർത്തനമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ചെയ്തതെന്ന് ആലോചിച്ചു നോക്കൂ. അതൊരു ചെറിയ കാര്യമല്ല. മാംസം കഴിച്ചു എന്ന കാരണം കൊണ്ട് ദാദ്രിയിലെ അഖ്ലാഖ് എന്ന് പറഞ്ഞൊരു പാപം വൃദ്ധൻ, ഒരാളോട് ഒരു വഴക്കിനും പോയിട്ടില്ലാത്ത, ഒരു മനുഷ്യനെ കുറിച്ച് യാതൊരു തെറ്റിദ്ധാരണ പോലും മനസ്സിൽ സൂക്ഷിക്കാത്ത, കൊല ചെയ്യപ്പെടുന്ന അവസാന നിമിഷവും ഫോണിലൂടെ തന്റെ അമുസ്ലിമായ സുഹൃത്തിനെ വിളിക്കുന്ന അഖ്ലാഖ് എന്ന പാപം മനുഷ്യനെ തച്ചു കൊന്നിട്ട് ഈ നാട്ടിലെ പ്രധാനമന്ത്രിക്ക് ഒരു മിണ്ടാട്ടവും ഉണ്ടായിരുന്നില്ല. 1000 നാവ് കൊണ്ട് പറന്നു നടക്കുന്ന പ്രധാനമന്ത്രി അരനാവ് കൊണ്ട് ഇഴയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 1000 നാവ് കൊണ്ട് പാറി നടക്കുന്ന ആളാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു വിഷയം തന്റെ മൂക്കിന്റെ തുമ്പിൽ ഉണ്ടായിട്ട് അരനാവ് കൊണ്ട് ഇഴയേണ്ടി വന്നു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക്. ഭരണകൂടത്തിന്റെ എല്ലാ ഒത്താശയും എല്ലാ തണലും എല്ലാ സ്വാധീനവും ഉപയോഗപ്പെടുത്തി ഒരു വംശീയ ഹത്യയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഇവിടെയുള്ള ഭീകരവാദ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദാദ്രിയിലെ സംഭവം ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, യാദൃച്ഛികമായ സംഭവവും അല്ല എന്ന് പറയുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇസ്ലാമോഫോബിയയുടെ വലിയ ഒരു പ്രൊപ്പഗണ്ട, ഇസ്ലാമിനെ കുറിച്ചുള്ള പേടിപ്പെടുത്തൽ ലോകത്ത് വ്യാപകമാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അവര് കാര്യമായി സ്വാധീനിച്ചത് സിനിമകൾ കൊണ്ടാണ്. കാരണം പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ആളുകളെ പെട്ടെന്ന് ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് സിനിമകൾ കൊണ്ടാണ്. അത്രയേറെ സിനിമ സ്വാധീനിക്കപ്പെട്ട ഒരു സമൂഹമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അറബികൾക്ക് വലിയ ഒരു ഹെറിറ്റേജ് ഉണ്ട്, വലിയൊരു പൈതൃകമുണ്ട് അറബികൾക്ക്. ഇന്ത്യക്കാർക്ക് വലിയ ഒരു പൈതൃകമുണ്ട്. ഋഷി വര്യന്മാരുടെ, മഹർഷിമാരുടെ, വേദങ്ങളുടെ, ഉപനിഷത്തുക്കളുടെ ഒക്കെ ഒരു വലിയ പാരമ്പര്യം. എന്നാൽ അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ലാത്ത നാടാണ് അമേരിക്ക. അവർക്ക് സ്വന്തമായി ഒരു ഹെറിറ്റേജുമില്ല. എത്രയോ പ്രവാചകന്മാരുടെ കൊലച്ചോരയുള്ള കൈകളാണ് ആ നാടിലെ കൈകൾ. ആ നാടിന്റെ ചരിത്രവും അതാണ്. എന്നാൽ ഇന്ന് ഏതൊരു അമേരിക്കക്കാരന്റെ മനസ്സിലും വലിയ ഹെറിറ്റേജ് ഉള്ള ഒരു നാടാണ് അമേരിക്ക. എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നത്, നമുക്ക് തന്നെ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം എന്താണ്? സിനിമകളാണ്. ആ തരത്തിലുള്ള സിനിമകൾ അവർ പടച്ചുണ്ടാക്കി. അതൊരു വലിയ അജണ്ടയുടെ ഭാഗമായിരുന്നു. ഇന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ട്, നമുക്ക് പോലും തോന്നുന്നുണ്ട്, അമേരിക്ക എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഹെറിറ്റേജ് ഉള്ള ഒരു സമൂഹമാണ്. റഷ്യ ലോകത്ത് വലിയ ഒരു സംഘശക്തിയായി ഉയർന്നു വന്നപ്പോ റഷ്യക്കെതിരെയുള്ള സിനിമകൾ അവരുണ്ടാക്കി. ദി പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. റഷ്യക്കാരായ 4 യുവാക്കൾ വൈറ്റ് ഹൗസിന് ബോംബ് വെക്കാൻ വരുന്ന സിനിമയാണ്. റഷ്യക്കെതിരെ ഒരുപാട് സിനിമകളുണ്ട്. 1980കളുടെ ശേഷം ഇങ്ങനെയുള്ള സിനിമകൾ ഇസ്ലാമിനെതിരെയുള്ള സിനിമകളായി. പക്ഷെ അത് നമുക്ക് മനസ്സിലായില്ല. ട്രൂ ലൈസ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, വളരെ പ്രസിദ്ധമായ സിനിമയാണ്. നമ്മുടെ നാടുകളിൽ പോലും റിലീസ് ചെയ്ത സിനിമയാണ്. അമേരിക്കയിലെ പ്രസിദ്ധനായ ബോക്സിംഗ് ചാമ്പ്യൻ ആർണോൾഡ് ഷവാർസിംഗർ അഭിനയിച്ച സിനിമയാണ്. അദ്ദേഹം ഇന്നും അവിടെയുള്ള ഒരു പ്രവിശ്യയിലെ ഗവർണറാണ്. ഇന്നും വളരെ സെലിബ്രിറ്റിയായ ഒരാളാണ്. ഷാവോസിംഗർ അഭിനയിച്ച ഒരു സിനിമ എന്ന് പറയുമ്പോൾ ലോകത്ത് അത്രയേറെ സ്വാധീനിക്കപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷെ ആ സിനിമ പച്ചയ്ക്ക് ഇസ്ലാം വിരുദ്ധ സിനിമയാണ്. 1985 എക്സിക്യൂട്ടീവ് ഡയറി എന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കി. ആ സിനിമയിൽ സുലൈമാൻ എന്ന് പറഞ്ഞൊരു അറേബ്യൻ വംശജൻ അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലാൻ വരുന്ന സിനിമയാണ്. അയാള് ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയത്ത് അയാളുടെ പോക്കറ്റിൽ നിന്നൊരു പുസ്തകം താഴേക്ക് വീഴുന്നുണ്ട്. ഒരു പെൺകുട്ടി അത് എടുത്തു കൊടുക്കും. അപ്പൊ അയാൾ പറയുന്നുണ്ട്, ഡോണ്ട് ടച്ച്, ഇറ്റ് ഇസ് മൈ പവർ. തൊട്ടുപോകരുത്, അതിന്റെ ശക്തിയാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലാൻ വരുന്നവന്റെ ഊർജം, അവന്റെ ശക്തി, അവന്റെ പ്രേരകം
ആയിട്ടുള്ള പുസ്തകം ഏതാണ് എന്ന് പിന്നെ കാണിക്കുന്നുണ്ട്. ഏതാണ് ആ പുസ്തകം? അത് ഖുർആനാണ്. ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന സിനിമ അവസാനത്തെ ഉദാഹരണം അല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താവുന്ന ഒരു മാധ്യമമാണ്, ഒരു മീഡിയയാണ് സിനിമ. സിനിമ എന്ന മീഡിയ ഉപയോഗിച്ച് ഇസ്ലാമിനെതിരെയുള്ള വലിയ പ്രചാരണ യുദ്ധമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കത് തിരിഞ്ഞിട്ടില്ല. നമ്മളിപ്പോഴും വളരെ പ്രാചീനമായ മറുപടികൾ കൊണ്ടാണ് അതിനെ നേരിടുന്നത്. ഷാർലി എബ്ദോ എന്ന ഒരു പത്രത്തിൽ പ്രവാചക തിരുമേനിയെ വളരെ നിന്ദ്യമായി ചിത്രീകരിച്ചുകൊണ്ടൊരു കാർട്ടൂൺ വരച്ചു. ലോകത്ത് മുഴുവൻ അത് ചർച്ചയായി. എല്ലാവരും അതിനെ അപലപിച്ചു, പാടില്ലാത്തതായിരുന്നു എന്ന് പറഞ്ഞു. ആയിടക്കാണ് ചില ആളുകൾ ആ ഷാർലി എബ്ദോ എന്ന പത്രത്തിന്റെ ഓഫീസിലേക്ക് കയറിയിട്ട് ആ കാർട്ടൂൺ വരച്ച ആളെ അടക്കം വെടിവെച്ച് കൊന്നത്. മറുപടി വളരെ പ്രാചീനമാണ്. ഇസ്ലാമിനെതിരെയുള്ള പ്രചാരണം വളരെ ആധുനികമാണ്. പക്ഷെ അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ വളരെ പ്രാചീനമാണ്. വെടിയാണ്, വാളാണ്, ഭീഷണിയാണ്, കൊലവിളിയാണ്. എന്ത്? ഇസ്ലാമിനെതിരെയുള്ള പ്രചാരണങ്ങൾക്കുള്ള പ്രതിരോധങ്ങൾ. കവിതയെ കവിത കൊണ്ട് എതിർത്ത പ്രവാചക തിരുമേനി, പ്രവാചക തിരുമേനിക്കെതിരെ വളരെ അശ്ലീലമായ കവിതകൾ ഉണ്ടായിരുന്നു. അപ്പൊ നബി തിരുമേനി പ്രവാചക തിരുമേനിയുടെ ശിഷ്യനായ ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ കയ്യിൽ എഴുതാനുള്ള ഉപകരണം കൊടുത്തിട്ട് പറഞ്ഞു, മറുപടി എഴുത്. ആക്ഷേപമുള്ള അശ്ലീലമുള്ള കവിതകൾ കൊണ്ട് നമ്മളെ ആക്രമിക്കുന്നവർക്ക് അശ്ലീലമില്ലാത്ത കവിതകൾ കൊണ്ട് മറുപടി എഴുതൂ. ഇസ്ലാമോഫോബിയ വളർത്തുന്ന സിനിമകൾക്ക് മറുപടി കൊടുക്കേണ്ടത് ഇസ്ലാമിനെ കുറിച്ചുള്ള സ്നേഹം വളർത്തുന്ന സിനിമകൾ കൊണ്ടാണ്. ഞാൻ വളരെ ബോധപൂർവമാണ് ഇത് പറയുന്നത്. എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ പുതിയ കാലത്തെയും പുതിയ ലോകത്തെയും പുതിയ സാങ്കേതിക സംവിധാനങ്ങളെയും വളരെ കൃത്യമായി മനസ്സിലാക്കിയ ആളുകളാണ്. പുതിയ കാലത്തിന്റെ സാങ്കേതിക സങ്കേതങ്ങളെ തിരിച്ചറിയുന്നവരാണ്. ലോകം മുഴുവനും ഒരു ചെറിയ സ്ക്രീനിലേക്ക് ചുരുങ്ങിയ കാലമാണ്. നമ്മുടെ വിരൽത്തുമ്പിലാണ് ലോകം മുഴുവനും ഉള്ളത്. നമ്മുടെ ആലോചനകൾ മുഴുവനും ഒരു സ്ക്രീനിലാണുള്ളത്. ഒരു കൊച്ചു സ്ക്രീനിൽ നമുക്ക് ലോകത്തോട് മുഴുവനും സംവദിക്കാൻ ശേഷിയുണ്ട്. ഇങ്ങനെ സാങ്കേതിക സങ്കേതങ്ങൾ കൊണ്ട് നിറഞ്ഞാടുന്ന ഒരു ലോകത്ത് നിങ്ങളിൽ നിന്ന് വേണ്ടത് നല്ല പ്രബോധകരെയാണ്. ലോകത്തോടും കാലത്തോടും സംവദിക്കാൻ ശേഷിയുള്ള പ്രബോധകര്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ കുറിച്ചുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത് ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ കൊണ്ടല്ല, മൈക്ക് കെട്ടി വേദി കെട്ടി ആളുകളെ അലോസരപ്പെടുത്തിക്കൊണ്ടല്ല, മറിച്ച് വളരെ ശാന്തമായി സെക്കൻഡുകൾക്ക് ശമ്പളം വാങ്ങുന്ന കുട്ടികൾ, അങ്ങനെ തന്നെ പറയണം. വലിയ വലിയ പ്രൊഫഷനിലിരിക്കുന്ന കുട്ടികളുണ്ട്. ഇസ്ലാമിന്റെ ചുറുചുറുക്കുള്ള യുവതി യുവാക്കളുണ്ട്. അവർക്ക് സെക്കൻഡിന് ശമ്പളമാണ്. സെക്കൻഡിന് ശമ്പളം വാങ്ങുന്നതിനിടയിൽ അവരുടെ സമയം ചെലവഴിച്ച് അവർ നിർവഹിക്കുന്ന ഇസ്ലാമിക പ്രബോധനം, മുസ്ലിമാണ് എന്ന അഭിമാനത്തോടുകൂടി ഈ വെളിച്ചത്തെ അവർ പ്രസാരണം ചെയ്യുകയാണ്, ലോകത്ത് മുഴുവനും പ്രചരിപ്പിക്കുകയാണ്. ഇസ്ലാമിനെതിരെയുള്ള പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് ശക്തിപ്പെടുമ്പോഴും ഇസ്ലാമിനെ വളരെ ഭംഗിയായി അവർ ലോകത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എഞ്ചിനീയർമാരാണ്, അവർ ഡോക്ടർമാരാണ്, അവർ പത്രപ്രവർത്തകരാണ്, അവർ പലതരത്തിലുള്ള ഉദ്യോഗങ്ങളിലുള്ള ആളുകളാണ്. എല്ലാവരും ഏതെങ്കിലും ഒരു പ്രത്യേക കോളേജിലേക്ക് പോയിട്ട് ഇസ്ലാമിന്റെ പ്രബോധകരാകണമെന്ന് പറയുന്നതൊക്കെ വളരെ പഴഞ്ചനായ ഒരു വാദമാണ്. നിങ്ങൾ ആരായിരുന്നാലും, നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾക്കൊരു നല്ല ഇസ്ലാമിക പ്രബോധകനാകാം. അത് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഒരു സാക്ഷാത്കാരമാണ്. അവനവന്റെ ജീവിതത്തെ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഒരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ തന്നെ അയാൾ ഒരു ഇസ്ലാമിക പ്രവർത്തകനാവുക എന്നാണ് അർത്ഥം. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിമായി. മുസ്ലിമായിട്ട് അദ്ദേഹം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പള്ളിമൂലയിലിരുന്ന് ഖുർആൻ പാരായണത്തിൽ ഏർപ്പെടുകയല്ല, മറിച്ച് പഠിച്ച ഖുർആനും പഠിച്ച അറിവും
ചുറ്റുമുള്ള സമൂഹത്തിലേക്ക് പടർത്തുകയായിരുന്നു. ഈ ഒരു ജോലി നിർവഹിക്കുകയാണ് ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക പ്രബോധകരും ചെയ്യുന്നത്. ഇന്ത്യയിലേക്ക് ആദ്യമായി ഇസ്ലാമിന്റെ വെളിച്ചവുമായി കടന്നു വന്നത് കേരളത്തിലൂടെയാണ്. മാലിക് ബിൻ ദീനാറും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, മരുമക്കളുണ്ട്, അതുപോലെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അത്രയേ ഉള്ളൂ. അവരിവിടെ വന്നിട്ട് എന്താണ് പറഞ്ഞത്? ഈ നാടിന്റെ ഭാഷ അവർക്കറിയില്ല. അവരിങ്ങോട്ട് വന്നത് കച്ചവടത്തിനാണ്, അവർക്ക് ജീവിക്കാനാണ് അവർ വന്നത്. പക്ഷേ ഒരു മുസ്ലിം ഒരു കച്ചവടക്കാരനായിരുന്നാലും, ഒരു കർഷകനായിരുന്നാലും, ഒരു ടാക്സി ഡ്രൈവറായിരുന്നാലും, ഒരു രാഷ്ട്രീയക്കാരനായിരുന്നാലും, ആരായിരുന്നാലും എന്തായിരുന്നാലും നമുക്കൊരു നിയോഗമുണ്ട്. ആ നിയോഗം അവർ നിർവഹിച്ചു. അവർ ഭാഷ കൊണ്ടായിരുന്നില്ല അത് നിർവഹിച്ചത്, കാരണം അവർക്ക് മലയാളം അറിയില്ലായിരുന്നു. പിന്നെയോ അവരവരുടെ ജീവിതം കൊണ്ടായിരുന്നു. സർദാർ കെ എം പണിക്കർ എഴുതിയിട്ടുള്ള പ്രാചീന കേരളത്തിന്റെ ഒരു ചരിത്രമുണ്ട്. അതിൽ പറയുന്നുണ്ട്, വൈകുന്നേരമായാൽ ഈ അറബികളായ ആളുകൾ കൊടുങ്ങല്ലൂരിലെ ഹിന്ദു സുഹൃത്തുക്കളുടെ വീട്ടിൽ വന്നിട്ട് വാതിലിൽ മുട്ടും. അപ്പൊ ഹിന്ദുക്കളായ ആളുകൾ വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ഈ മാപ്പിളമാരെയാണ്. അപ്പൊ അവർ ചോദിക്കും, എന്താണ് ഈ സന്ധ്യാസമയത്ത് മാപ്പിളെ? അപ്പൊ ഇവരുടെ കൂടെ അറബിയും മലയാളവും അറിയുന്ന ആളുകളുണ്ട്. അവർ പറഞ്ഞു കൊടുക്കും, ഈ അറബികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ തൊട്ടയൽപ്പക്കത്തുള്ള ആളുകൾക്ക് ഭക്ഷണമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി വന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഭക്ഷണം ഇല്ലെങ്കിൽ ഇവരുടെ അടുത്തുള്ളതിൽ നിന്ന് ഷെയർ ചെയ്യും. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിലേക്ക് അന്വേഷിക്കാൻ പോകും. അതിനുവേണ്ടി വന്നതാണ്. ഇത് ഈ നാട്ടിലെ ഹിന്ദുക്കളായ ആളുകൾക്ക്, ഹിന്ദു സുഹൃത്തുക്കളായ ആളുകൾക്ക് പരിചയമില്ലാത്തൊരു മതമാണ്. ജാതിയുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃതഃ ഊരു തദ്വൈശ്യ വൈശ്യഃ പത്മാം ശൂദ്രോ അജായതഃ. ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നാണ് ബ്രാഹ്മണരുണ്ടായത്. ഉരുക്കളിൽ നിന്ന് വൈശ്യരും ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയരും ഏറ്റവും താഴ്ന്നു കിടക്കുന്ന കാൽപാദത്തിൽ നിന്ന് ശൂദ്രരും. അതുകൊണ്ട് ബ്രാഹ്മണരായ ആളുകളെ കണ്ടാൽ ശൂദ്രരായ ആളുകൾ തിരിഞ്ഞു നടക്കണം. അവർ തമ്മിൽ കാണാൻ പോലും പാടില്ല. ഇങ്ങനെ ജാതിയുടെ എല്ലാ തരത്തിലുള്ള ദുരന്തവും പേറിയ ഈ നാട്ടിലുള്ള ആളുകൾ ഇസ്ലാമിനെ അറിയുകയാണ്. എങ്ങനെയാണ് അറിഞ്ഞത്? പുസ്തകങ്ങളിലൂടെയല്ല, വാരികകളിലൂടെയല്ല, മാഗസിനുകളിലൂടെയല്ല, പ്രഭാഷണങ്ങളിലൂടെയല്ല, തെരുവോരങ്ങളിൽ നിന്നല്ല, മറിച്ച് മനോഹരമായ ജീവിതങ്ങളിൽ നിന്ന്. അതാണ് മാലിക് ബിൻ ദീനാറും അദ്ദേഹത്തിന്റെ കുടുംബവും ഈ നാട്ടിൽ നിർവഹിച്ചത്. ഇസ്ലാമിക പ്രബോധനം യഥാർത്ഥത്തിൽ അതാണ് ഇന്ന് ലോകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ ദൗത്യം അതാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സംഘടനയുടെ പേര് ഇസ്ന എന്നാണ്. ഇസ്ലാമിക് സൊസൈറ്റി ഓഫ് നോർത്ത് അമേരിക്ക, ഇസ്ന. ഈ ഇസ്നയുടെ ചെയർപേഴ്സണായി ഒരേ ഒരു സ്ത്രീയെ വന്നിട്ടുള്ളൂ. അവരുടെ പേര് ഡോക്ടർ ഇൻഗ്രിഡ് മാറ്റ്സൺ എന്നായിരുന്നു. ഇൻഗ്രിഡ് മാറ്റ്സൺ. അവർ വളരെ യാഥാസ്ഥികമായൊരു കാത്തലിക് കുടുംബത്തിലെ അംഗമായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. എങ്ങനെയാണ് കടന്നു വന്നതെന്നറിയോ? അമേരിക്കയിലെ വളരെ പ്രസിദ്ധനായ ഒരു ഫോട്ടോഗ്രാഫർ, ആ ഫോട്ടോഗ്രാഫർ എഴുതിയ ഒരു ബ്ലോഗാണ് ഇൻഗ്രിഡ് മാറ്റ്സന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത്. സെപ്റ്റംബർ 11 മുമ്പ് അമേരിക്കയിൽ പർദ്ദയിട്ട ഒരു സ്ത്രീ വളരെ അപൂർവമായ കാഴ്ചയാണ്. പർദ്ദയിട്ട ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും കുട്ടിയും നടന്നു വരുമ്പോ ഈ ഫോട്ടോഗ്രാഫർ അവരെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പൊ സ്ത്രീ ആ ഫോട്ടോഗ്രാഫറെ തടഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ ഭർത്താവ് വളരെ സ്നേഹത്തോടു കൂടി ഇദ്ദേഹത്തോട് പറഞ്ഞു, അത് വേണ്ട, ഈ വസ്ത്രം നിങ്ങൾ കണ്ടില്ലേ,
ഇസ്ലാമിലെ വസ്ത്രധാരണ പോലും സ്ത്രീയെ ഒളിപ്പിച്ചു വെക്കുന്നതാണ്. അവളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോ എടുക്കരുത്, അതവളുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഈ ഫോട്ടോഗ്രാഫറുടെ മനസ്സിൽ ഇവരോട് യാതൊരു വിദ്വേഷം ഉണ്ടായില്ല. അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു. ഇസ്ലാമിലെ സ്ത്രീയെ കുറിച്ച് പഠിക്കുന്നു. സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് ഇസ്ലാം നൽകിയ വിലയെക്കുറിച്ച് അദ്ദേഹം പഠിക്കുന്നു. അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ എഴുതിയിട്ടു. അദ്ദേഹം ഇസ്ലാമൊന്നും സ്വീകരിച്ചിട്ടില്ല, അദ്ദേഹം അത് പഠിച്ചു എന്ന് മാത്രം. പക്ഷെ ആ ബ്ലോഗ് വായിച്ച ആളാണ് ഡോക്ടർ ഇൻഗ്രിഡ് മാഡ്സൺ. അവരൊരു സ്ത്രീയാണ്. അവർ ഈ പഠനം ഒന്നുകൂടി വ്യാപിപ്പിച്ചു. ഇസ്ലാമിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വചനങ്ങളെ അവർ വായനയ്ക്ക് വിധേയമാക്കി. ലോകത്തുള്ള മിക്ക തഫ്സീറുകളും അവർ വായിച്ചു. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഡോക്ടർ ഇൻഗ്രിഡ് മാഡ്സൺ അവരാണ് ഇസ്ന എന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സംഘടനയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തിരുന്നത്. ഇസ്ലാമിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഒരാളെ ഇസ്ലാമിലാണ് കൊണ്ടെത്തിക്കുന്നത്. അതിന്റെ കാരണം ഇത് ഒരു വെളിച്ചമാണ് എന്നതുകൊണ്ടാണ്. നമ്മൾ ഒരുപാട് വെളിച്ചങ്ങളെ കാണുന്നുണ്ട്, പക്ഷെ ഇതല്ല വെളിച്ചം. ഉള്ളിലൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തെ ഒരാൾ കണ്ടെത്തുമ്പോൾ അയാൾ ആകെ മാറുകയാണ്. അയാളുടെ ജീവിതമാകെ മറ്റൊന്നായി മാറുകയാണ്. അതാണ് ഇൻഗ്രിഡ് മാഡ്സന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഫ്രാൻസിന്റെ പ്രസിദ്ധനായ ഫുട്ബോൾ പ്ലെയർ തിയറി ഹെൻറിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. ഫ്രാങ്ക് റിബറിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. റിബറി വളരെ അരാജകമായ ജീവിതം നയിച്ച ഒരാളാണ്. റിബറിയുടെ ചിത്രം കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ. റിബറിയുടെ മുഖത്ത് വലിയൊരു പാടുണ്ട്, വലിയൊരു മുറിവുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ ഒരുപാട് വയസ്സായി തോന്നും. അദ്ദേഹത്തിന് ചെറിയ പ്രായമുള്ളൂ, 30 വയസ്സിന് താഴെയുള്ളൂ അദ്ദേഹത്തിന്. ആ വലിയ മുറിവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായത് വലിയ സംഘടനത്തിൽ നിന്നാണ്. ഒരുപാട് ആളുകളുമായി വഴക്ക് കൂടുക, മദ്യപിച്ചിട്ട് റോട്ടിലിറങ്ങിയിട്ട് വഴക്ക് കൂടുക. ഒരു സെലിബ്രിറ്റിയാണ്, ഫ്രാൻസിലെ വളരെ പ്രസിദ്ധനായ ഒരു കളിക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ അരാജകമായ ജീവിതമായിരുന്നു. ഇന്നും അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്. ഇന്നും കേസുകളുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ. അദ്ദേഹത്തെ ചികിത്സിച്ച ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വളരെ സ്നേഹപൂർവമായ സംഭാഷണങ്ങളിലൂടെയാണ് റിബറി ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നത്, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത്. ഇസ്ലാമിലേക്ക് കടന്നു വന്നു അദ്ദേഹം. ഉംറ ചെയ്യാൻ വേണ്ടി 2010 അദ്ദേഹം വന്നത്. ഉംറ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ചോദിച്ചു, ഇഹ്റാമിന്റെ വസ്ത്രത്തിലാണല്ലോ, സംശയത്തോടു കൂടി ചോദിച്ചു, നിങ്ങൾ റിബറി തന്നെ അല്ലേ, ഫ്രാങ്ക് റിബറി അല്ലേ എന്ന് ചോദിച്ചു. അത് യൂട്യൂബിലുണ്ട്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഫ്രാങ്ക് റിബറി ഒന്നുമല്ല, ഞാൻ ബിലാൽ റിബറിയാണ്. അബു ആയിഷ ബിലാൽ റിബറി. അദ്ദേഹം പറയാണ്, ആയിഷയുടെ പിതാവ് ബിലാൽ റിബറിയാണ് ഞാൻ. ഉംറയുടെ വിശുദ്ധമായ സന്ദർഭത്തിൽ, വിശുദ്ധമായ മനസ്സിന്റെ തെളിഞ്ഞ ഒരവസ്ഥയിൽ അദ്ദേഹം ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ബിലാലാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള വലിയ പ്രചാരണങ്ങൾ, കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നെറുകയാണ് റിബറിയുടെ ഈ വചനം പ്രതിസ്പന്ദിക്കുന്നത്. മഫ്തയിട്ട ഒരു പെണ്ണിന് ഫ്രാൻസിലെ പാർലമെന്റിൽ ഇരിക്കാൻ വളരെ അടുത്ത കാലം മുതലേ കഴിഞ്ഞിട്ടുള്ളൂ. അതിനു മുമ്പ് സാധിക്കൂലായിരുന്നു. മഫ്തയിട്ട് കൊണ്ട് പാർലമെന്റിൽ ഇരിക്കാൻ അനുവാദമില്ലായിരുന്നു ഫ്രാൻസിലെ മുസ്ലിം പെൺകുട്ടികൾക്ക്. അവിടെ മഫ്ത ഇടുക എന്നത് ഒരു മതം മാത്രമല്ല, ഒരു ആക്ടിവിസം കൂടിയാണ്. ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പ് അതിന്റെ ക്യാപ്റ്റൻ പൈലറ്റ് ഒരു അറിയിപ്പ് കൊടുക്കും. ആ അറിയിപ്പ് കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആദ്യം പറയുന്നത് സ്വന്തമായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഫ്രാൻസിലെ ഒരു എയർപോർട്ടിൽ ഫ്ലൈറ്റ് പൊങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു പൈലറ്റ്
യാത്രക്കാർക്ക് അറിയിപ്പ് കൊടുക്കുകയാണ്. ആദ്യം അദ്ദേഹം പേര് പറഞ്ഞു. അതൊരു മുസ്ലിമിന്റെ പേരാണ്. നിങ്ങൾക്കറിയണോ, ആ വിമാനത്തിൽ നിന്ന് പകുതിയിലേറെ ആളുകളും താഴേക്കിറങ്ങി. അവർക്ക് താല്പര്യമില്ലായിരുന്നു, പേടിയായിരുന്നു മുസ്ലിമായ ഒരാൾ ഓടിക്കുന്ന ഒരു വാഹനത്തിൽ കയറാൻ. മുസ്ലിം പേരുള്ള ഒരു പൈലറ്റ് ഓടിക്കുന്ന വാഹനത്തിൽ, വിമാനത്തിൽ സഞ്ചരിക്കാൻ പേടിപ്പെടുന്ന ഫ്രാൻസുകാരുടെ ഇടയിൽ നിന്നാണ് അവർ മുഴുവനും ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയങ്കരനായ കളിക്കാരൻ ഞാൻ ബിലാലാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. നമ്മൾ പ്രഖ്യാപിക്കുന്നത് പോലെയല്ല, അതൊരു ആക്ടിവിസമാണ്, അതൊരു സമരമാണ്, അതൊരു കാലത്തോട് ഒരു ലോകത്തോട് നിർവഹിക്കുന്ന വെല്ലുവിളിയാണ്, ആർജവമാണ്. ഞാൻ ബിലാലാണ്, ഞാൻ ബിലാലാണ്. ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്കുള്ള ഈ കടന്നുവരവ് അവരെ അങ്ങനെ പറയിപ്പിക്കും. സ്വന്തം കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൈ വിറക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? കൈ വിറക്കാതിരുന്നതിന്റെ കാരണം ഈ ആർജവം കൊണ്ടാണ്. ആളിക്കത്തുന്ന തീയിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഹൃദയം പടക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ ആർജവം കൊണ്ടാണ്. ആളിക്കത്തുന്ന തീയിൽ നിന്ന് തണുത്ത് വിറച്ചുകൊണ്ട് കയറി വരുന്ന ഖലീലുള്ളയെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആളിക്കത്തുന്ന തീയിൽ നിന്ന്, ചുട്ടുകരിക്കുന്ന അഗ്നിയിൽ നിന്ന് തണുത്ത് വിറച്ചുകൊണ്ട് കയറി വരുന്ന ഖലീലുള്ളയെ കുറിച്ച്. അത് ഈ ആർജവം കൊണ്ടാണ്. അതേ ആർജവമാണ് ബിലാൽ റിബറിയുടെ മനസ്സിൽ ഉണ്ടായത്. അതേ ആർജവമാണ് പോപ്പ് ഗാനങ്ങൾ വഴിഞ്ഞൊഴുകിയിരുന്ന നാവിൽ നിന്ന് ഇന്ന് ഇസ്ലാമിനെ കുറിച്ചുള്ള മനോഹരമായ കാവ്യങ്ങൾ പരന്നൊഴുകുന്ന നാവായി പ്രിയങ്കരനായ യൂസുഫ് അലി ഇസ്ലാമിനെ മാറ്റിക്കളഞ്ഞത്. യൂസുഫ് അലി ഇസ്ലാം ഇന്നും ജീവിച്ചിരിക്കുന്നു ബ്രിട്ടനിൽ. മനോഹരമായ ഇസ്ലാമിക കാവ്യങ്ങൾ, ഇസ്ലാമിനെ കുറിച്ച് വളരെ ഉന്നതമായ സ്വാധീനം ചെലുത്തും വിധം മനോഹരമായ സന്ദേശങ്ങൾ പ്രസരിപ്പിക്കുന്ന കാവ്യങ്ങൾ, പാട്ടുകൾ യൂസുഫ് അലി ഇസ്ലാമിൻ്റെതായി പുറത്തു വരുന്നു. ആരായിരുന്നു യൂസുഫ് അലി ഇസ്ലാം? ബ്രിട്ടനിലെ വളരെ പ്രസിദ്ധനായ പോപ്പ് ഗായകനായിരുന്നു. ലോകം മുഴുവനും ആരാധിക്കുന്ന ആളായിരുന്നു. ലോകം മുഴുവൻ അദ്ദേഹത്തിന് ഫാൻസ് ഉണ്ടായിരുന്നു. കാറ്റ് സ്റ്റീവൻസ് ആയിരുന്ന കാലത്ത്. കാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ച എന്നല്ലേ, സ്റ്റീവൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ്. കാറ്റ് എന്നുള്ള പേര് സ്വയം സ്വീകരിച്ചതാണ് അദ്ദേഹം. കാരണം വളരെ ഷൈ ആയ ഒരു കുട്ടിയായിരുന്നു. അമ്മയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുക, കൂട്ടുകാരില്ല, സുഹൃത്തുക്കളില്ല, കളിക്കാൻ പോകില്ല, ഒന്നുമില്ല. പൂച്ചയെ പോലെയുള്ളൊരു കുട്ടിയായിരുന്നു. പൂച്ച എന്നുള്ള പേര് സ്വയം സ്വീകരിച്ചതാണ് കാറ്റ് സ്റ്റീവൻസ്. പക്ഷെ ആ കുട്ടിയാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന പാട്ടുകാരനായി മാറിയത്. 24ാമത്തെ ജന്മദിനം കണ്ണിൽ കണ്ട എല്ലാ ബാറിലും കയറിയിട്ട് അദ്ദേഹം മൂക്കറ്റം മദ്യപിച്ചു. എല്ലാ ക്ലബിലും കയറിയിട്ട് നൃത്തമാടി. 4 കാലിലല്ല 6 കാലിലാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഒരു സമ്മാനം കൊണ്ട് കാത്തിരിക്കുന്നുണ്ട്. ഫെർണാണ്ടോ എന്നായിരുന്നു ജ്യേഷ്ഠന്റെ പേര്. ചേട്ടൻ ഒരു പുസ്തകം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അനിയൻ നടന്നു വരുമ്പോൾ ചേട്ടൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഈ സമ്മാനം കൊടുത്തു. അപ്പോ കാറ്റ് സ്റ്റീവൻസ് വെറുതെ അതിങ്ങനെ മറിച്ചു നോക്കി. ഇതെന്താണ്, മനസ്സിലാകുന്നില്ലല്ലോ, ഇതേതാണ് പുസ്തകം എന്ന് വെച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ഇപ്പത് വായിക്കണ്ട, ഇപ്പത് വായിച്ചാൽ നിനക്ക് മനസ്സിലാവില്ല, ഞാൻ പിന്നെ പറഞ്ഞു തരാം, നീ ഇപ്പൊ അത് കൊണ്ടുപോയി വെക്കുന്നു. അങ്ങനെ അദ്ദേഹം ഷെൽഫിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ ജ്യേഷ്ഠൻ പറഞ്ഞു കൊടുത്തു, ജോർദാനിലെ എൻ്റെ ഒരു സുഹൃത്ത് തന്ന സമ്മാനമാണ്, അത് വിശുദ്ധ ഖുർആനാണ്, ഹോളി ഖുർആൻ, മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമാണ്. നീ ബൈബിളിൽ നിന്ന് നല്ല പാട്ടുകൾ ഉണ്ടാക്കിയിട്ടില്ലേ, അതുപോലെ നിനക്ക് പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന പുസ്തകമാണ്. അതിനാണ് പാട്ടുകൾ ഉണ്ടാക്കാൻ ഒരു നല്ല റെഫറൻസ് എന്ന് പറഞ്ഞ് ഈ പുസ്തകം കൊടുത്തതാണ്. ജോർദാനിലെ സുഹൃത്ത് കൊടുത്തത് ഫെർണാണ്ടോക്കാണ്. പക്ഷേ ഫെർണാണ്ടോയുടെ ജീവിതത്തിനല്ല അത് വെളിച്ചം പ്രസരിപ്പിച്ചത്.
ഫെർണാണ്ടോയുടെ ജീവിതത്തിലല്ല അത് വെളിച്ചം പകർന്നത്, മറിച്ച് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആ പാട്ടുകാരന്റെ ജീവിതത്തിലാണ്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ മൊറോക്കോയിലേക്ക് ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ കുറച്ച് പുസ്തകങ്ങൾ കയ്യിലെടുത്തു. ആ കൂട്ടത്തിൽ ഈ പുസ്തകവും ഉണ്ടായിരുന്നു, വിശുദ്ധ ഖുർആൻ. അങ്ങനെയാണ് ഖുർആനിന്റെ വായന തുടങ്ങിയത്. ഖുർആനിന്റെ ഒരു ഇംഗ്ലീഷ് തർജുമയാണ്. ഒരു ദിവസം വെറുതെ ഇങ്ങനെ മറിച്ചു നോക്കുകയാണ്, സൂറത്തുൽ ഫാത്തിഹ വെറുതെ വായിക്കുകയാണ്. ഒന്നാമത്തെ വചനം വായിച്ചു, പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അദ്ദേഹം തന്നെ പറയാണ്, പീസ് ഓഫ് ട്രെയിൻ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയാണ്, പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. രണ്ടാമത്തെ വചനം വായിച്ചു. രണ്ടാമത്തെ വചനം വായിച്ചപ്പോ എന്തോ ഒരു കൗതുകം തോന്നി. പിന്നെയും വായിച്ചു, പിന്നെയും വായിച്ചു. All the praises due to God, Lord of the universe. ഇതാണ്. എല്ലാ സ്തുതികളും ദൈവത്തിന്, എല്ലാവരുടെയും ദൈവത്തിന്. അദ്ദേഹം ആലോചിക്കുകയാണ്, എല്ലാവരുടെയും ദൈവം. ഇത് മുസ്ലിങ്ങളുടെ പുസ്തകമാണെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് മുസ്ലിങ്ങളുടെ ദൈവത്തെ കുറിച്ചല്ലല്ലോ പറയണത്, എല്ലാവരുടെയും ദൈവത്തെ കുറിച്ചാണല്ലോ. അദ്ദേഹത്തിന് വല്ലാത്തൊരു കൗതുകമായി. അന്ന് വൈകുന്നേരം മൊറോക്കോയിലെ ബീച്ച് കാണാൻ വേണ്ടി പോയി. ഒരു ചെറിയ ഷിപ്പിൽ കയറിയിട്ട് ഒരു കോർണറിൽ ഇരുന്നിട്ട് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം കടലിലേക്ക് വീണുപോയി. ഒരു വലിയ തിരമാല വന്ന് അദ്ദേഹത്തെ അടിച്ച് വീശി കൊണ്ടുപോയി. ഈ കപ്പലിൽ നിന്ന് ഒരുപാട് ദൂരെ എത്തി, ആർക്കും രക്ഷിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം തന്നെ പറയാം, തിരമാലകളുടെ ഇടയിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയം അദ്ദേഹം പറയാണ്, അറിയുന്ന എല്ലാ പേരിലുമുള്ള ദൈവങ്ങളെ ഞാൻ വിളിച്ചു. അവസാനം ഞാൻ അന്ന് പരിചയപ്പെട്ട ദൈവത്തെ വിളിച്ചു, ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ്, റബ്ബുൽ ആലമീൻ. അദ്ദേഹം പറയാണ്, ലോർഡ് ഓഫ് ദ യൂണിവേഴ്സിനെ ഞാൻ വിളിച്ചു. എവിടെ നിന്നാണെന്നറിയില്ല, ഒരു തിരമാല ആർത്തലച്ചു വന്ന് എന്നെയും കൊണ്ട് കരയിലേക്ക് ആഞ്ഞടിച്ചു. അദ്ദേഹം രക്ഷപ്പെട്ടു. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് നമ്മൾ പറയണത്. അദ്ദേഹം പറയുന്നു, ഞാൻ വണ്ടിയെടുത്തിട്ട് എന്റെ റൂമിലേക്ക് ഓടിക്കതച്ചെത്തി. ഞാൻ ആ ഖുർആൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആ ഖുർആനിന് തുരുതുരാ ചുംബനങ്ങൾ കൊടുത്തു. എനിക്ക് എന്താണെന്നറിയില്ല, ഒരു ഷോക്ക്. എന്റെ ജീവിതത്തിൽ എന്തോ സംഭവിക്കുന്നത് പോലെ ഒരു അനുഭവം. I was not a Muslim, but I felt that the only answer for me was the Quran. God has sent it to me. ഞാൻ മുസ്ലിം ഒന്നായിരുന്നില്ല അന്ന്. 1.5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അത് എന്ന്. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഓരോ രാത്രിയും എന്റെ മനസ്സിൽ ഓരോ അന്വേഷണങ്ങൾ ഉണ്ടാകും. പിറ്റേന്ന് ഖുർആൻ എടുത്ത് മറിച്ചു നോക്കുമ്പോൾ എന്റെ അന്വേഷണങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്നത് പോലെ ഒരു അനുഭവം എനിക്ക് ഖുർആൻ നൽകിയിരുന്നു. കരയുന്ന ഒരു കുട്ടിയെ നമ്മൾ ആരൊക്കെ എടുത്തിട്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും ആ കുട്ടി കരച്ചിൽ നിർത്തൂല. പക്ഷെ ആ കുട്ടിയുടെ അമ്മ ഒന്ന് തൊട്ടാൽ, അമ്മയുടെ മാറിന്റെ ചൂടൊന്നേറ്റാൽ, അമ്മയുടെ ഒരു ചുംബനം കിട്ടിയാൽ ആ കുട്ടിയുടെ കരച്ചില് സ്വിച്ചിട്ടതുപോലെ നിൽക്കുന്നു. കാറ്റ് സ്റ്റീവൻസ് പറയുകയാണ്, കരയുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ അമ്മയുടെ ശബ്ദം എത്ര വലിയ ആശ്വാസമാണോ, അതിലേറെ വലിയ ആശ്വാസമാണ് കരയുന്ന മനുഷ്യന്, വിതുമ്പുന്ന മനുഷ്യന്, സങ്കടങ്ങളിൽ അലയുന്ന മനുഷ്യന് ആ മനുഷ്യന്റെ രക്ഷിതാവിന്റെ ശബ്ദം. ഞാൻ അവസാനിപ്പിക്കുന്നു. ദീർഘമായി പറയേണ്ടതാണ് വിഷയം, പക്ഷേ നമ്മുടെ സമയം വളരെ പരിമിതവും ഇത്രയേറെ ആളുകൾ ഇവിടെ തിങ്ങി നിറഞ്ഞിട്ട് ഞാൻ വൈകിപ്പിച്ചാൽ ഇനിയുള്ള ഓരോരുത്തർക്കും അത് വൈകും. നിങ്ങളുടെ തിരിച്ചുപോക്കിനെ അത് ബാധിക്കുമെന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരേ ഒരു കാര്യമേ നിങ്ങളുമായി അവസാനമായി പങ്കുവെക്കുവാനുള്ളൂ. ഇസ്ലാം എന്നത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇസ്ലാമിനെ കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ അവതരണങ്ങൾ, വായനകൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം ഒരു കർമ്മശാസ്ത്ര സംഘടനയാണ്.
കുറെ അനുഷ്ഠാനങ്ങൾ, കുറെ ആരാധനകൾ, കുറെ വിശ്വാസങ്ങൾ, അതൊക്കെയാണ് ഇസ്ലാം. ഇങ്ങനെ പല രീതിയിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതൊക്കെ ഇസ്ലാമിന്റെ ഓരോ അംശങ്ങളാണ്. പക്ഷേ ഇങ്ങനെയുള്ള എല്ലാ വ്യാഖ്യാനങ്ങളെയും മാറ്റിവെച്ച് അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ, പ്രവാചക തിരുമേനിയുടെ തിരുവചനങ്ങൾ മുന്നിൽ വെച്ച് എന്താണ് ഇസ്ലാം എന്ന് നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് വളരെ ക്ലിയറായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചറാണ്, മനുഷ്യന്റെ സംസ്കാരമാണ്, ഒരു മനുഷ്യന്റെ ജീവിതമാണ്. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഉണ്ട് ഇസ്ലാമിൽ. പക്ഷെ ആത്യന്തികമായി അതെല്ലാം കൊണ്ടെത്തിക്കുന്നത് കൾച്ചറിലേക്കാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വിശ്വാസങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ കാര്യമില്ല. നിസ്കാരങ്ങൾക്ക് ഇളവുണ്ട്. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഇരുന്ന് നിസ്കരിച്ചാൽ മതി, അല്ലേ? ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് കിടന്ന് നിസ്കരിച്ചാൽ മതി. യാത്രക്കാരനായ ഒരാൾക്ക് യാത്ര ചെയ്തുകൊണ്ട് നിസ്കരിക്കാം. രോഗിയായ ഒരാൾക്ക് നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല. യാത്രക്കാരനായ ഒരാൾക്ക് പിന്നെ നോമ്പ് നോറ്റാൽ മതി. അനുഷ്ഠാനങ്ങളിൽ, കർമ്മങ്ങളിൽ എന്തെല്ലാം ഇളവുകളാണ് ആലോചിച്ച് നോക്കൂ. മരിക്കാൻ കിടക്കുന്ന ഒരാളായിരുന്നാലും അയാൾ നിസ്കരിച്ചേ പറ്റൂ. നിസ്കരിക്കാൻ സമയമായാൽ മനസ്സുകൊണ്ടെങ്കിലും അയാൾ നിസ്കരിക്കണം. പക്ഷെ അയാൾ നിന്ന് നിസ്കരിക്കണം എന്നില്ല, കിടന്ന് നിസ്കരിച്ചാൽ മതി. അയാൾക്ക് നിസ്കാരത്തിൽ ഇളവുണ്ട്, നോമ്പിൽ ഇളവുണ്ട്, എല്ലാത്തിൽ ഇളവുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കളവ് പറയുക എന്നതിൽ ഇളവില്ല. ഉണ്ടോ? ഒരാളെ കുറിച്ച് അപവാദം പറയുക എന്നതിന് ഇളവില്ല. ഒരാളെ ശത്രുവായി കണ്ട് അയാളെ ആക്ഷേപിക്കുക എന്നതിന് ഇളവില്ല. മരിക്കാൻ കിടക്കുന്ന ഒരാളായിരുന്നാലും അയാൾ കളവ് പറയാൻ പാടില്ല, അയാളെ അപഹസിക്കാൻ പാടില്ല, അയാളൊരാളെ പരിഹസിക്കാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല. ഇതാണ് ഇസ്ലാം. കൾച്ചർ എന്ന ഏറ്റവും പ്രധാനമായ ഇസ്ലാമിന്റെ ഉന്നത്തെ കുറിച്ചുള്ള യാതൊരു ചർച്ചകളുമില്ലാതെ, അനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള തീവ്രമായ ചർച്ചകളും തീവ്രമായ സംവാദങ്ങളും തെറ്റലുകളും പിരിയലുകളും വഴക്കുകളും വെക്കാണവും ആ ഇസ്ലാമിനെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിന്റെ സൗന്ദര്യത്തെ കെടുത്തിക്കളയുന്നത്. ഇസ്ലാമിന്റെ മനോഹരമായ ഈ കൾച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള സംസ്കാര സമ്പന്നമായ ഈ ഭാഗത്തെ, ഈ സന്ദേശ സമാഹാരത്തെ ലോകത്തെ സമർപ്പിക്കാൻ, ചുറ്റുമുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, കൂട്ടുകാർക്ക് പകർന്നു കൊടുക്കാൻ, കൂടെയുള്ളവർക്ക് ചൊരിഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ മനുഷ്യനും ഓരോ മനസ്സാണ്. ഓരോരുത്തരും ജീവിക്കുന്നത് അവനവന്റെ ജീവിതമാണ്. ഞാൻ ജീവിക്കുന്നത് എൻ്റെ ജീവിതമാണ്. അതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതമാണ്. അതിൽ മറ്റൊരാളും ഇടപെടേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യർ, അവരൊക്കെയും അവരുടെ ജീവിതമാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതം നയിക്കാൻ, അവരുടെ ജീവിതം ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതിനെ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഫാസിസമാണ്. ഞങ്ങൾ എഴുതി തരുന്നതേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ, ഞങ്ങൾ ഒപ്പിട്ട് തരുന്നത് മാത്രമേ നിങ്ങൾ തിന്നാൻ പാടുള്ളൂ, നിങ്ങൾ കാണാൻ പാടുള്ളൂ, നിങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഫാസിസമാണ്. ഫാസിസത്തിന്റെ ഭാഷയിൽ ഇസ്ലാമിക പ്രബോധകർ സംസാരിക്കാൻ പാടില്ല. ഓരോ മനുഷ്യനും അവനവന്റെ ബോധ്യമുണ്ട്, അവനവന്റേത് മാത്രമായ ബോധ്യം. ആ ബോധ്യങ്ങളിൽ നിന്നാണ് ഒരാൾക്ക് ഇസ്ലാമിനെ മനസ്സിലാകേണ്ടത്. ആ ബോധ്യങ്ങളിൽ നിന്നാണ് ഇസ്ലാമിനെ മനസ്സിലാകേണ്ടത്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെയുള്ള കള്ളദൈവങ്ങൾ, ആൾ ദൈവങ്ങൾ, അവർക്കൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ചുള്ള പ്രചാരണങ്ങൾ കൊടുക്കുക, അവരെ മാർക്കറ്റ് ചെയ്യുക. അങ്ങനെ മാർക്കറ്റ് ചെയ്യലല്ല പ്രബോധകരുടെ പണി. മറിച്ച് ഒരാൾക്ക് അള്ളാഹുവിനെ മനസ്സിലാകേണ്ടത്, ഒരാൾക്ക് ഇസ്ലാം സത്യമാണ് എന്ന് മനസ്സിലാകേണ്ടത് അവനവന്റെ ജീവിതത്തിൽ നിന്ന്, അവനവന്റെ ബോധ്യങ്ങളിൽ നിന്നാണ്. ആ ബോധ്യങ്ങളാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. ആ ബോധ്യങ്ങളാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. അവരവർ ഓരോരുത്തർക്കും അവരവരുടെ ബോധ്യങ്ങളിൽ നിന്ന്, അവരവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാകണം ഇസ്ലാം സത്യമാണ്,
അള്ളാഹു എന്ന ഏക ദൈവത്തെ അവർക്ക് മനസ്സിലാകേണ്ടത് അവരുടെ ബോധ്യങ്ങളിൽ നിന്നാണ്. ആ ബോധ്യങ്ങളാണ് നമ്മൾ ചൊരിഞ്ഞു കൊടുക്കേണ്ടത്. അള്ളാഹു കാരുണ്യവാനാണ് എന്ന് നമ്മൾ മനുഷ്യരോട് പറയേണ്ടത് എങ്ങനെയാണ്? കുറെ ടെക്സ്റ്റാണോ പറയേണ്ടത്? അള്ളാഹു കാരുണ്യവാനാണ് എന്ന കുറെ വാക്കുകളാണ് അവർക്ക് പറയേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ല. പിന്നെയോ, അള്ളാഹു കാരുണ്യവാനാണ് എന്ന് നമ്മുടെ കണ്ണിൽ നമ്മൾ അറിഞ്ഞ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച ഒരു നിമിഷമില്ലേ, ആ നിമിഷമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അള്ളാഹു കാരുണ്യവാനാണ് എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് അറിഞ്ഞ ഒരു നിമിഷമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് അറിഞ്ഞ, അനുഭവിച്ച ഒരു നിമിഷമുണ്ട്. ആ നിമിഷമാണ് അവർക്ക് ചൊരിഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് പ്രബോധനം. പ്രബോധനം എന്ന് പറഞ്ഞാൽ അറിവുകളുടെ കൈമാറ്റമല്ല, മറിച്ച് അനുഭവങ്ങളുടെ കൈമാറ്റമാണ്. നമ്മൾ അറിഞ്ഞ ഒരു കാര്യം അത് നമ്മുടെ എക്സ്പീരിയൻസ് ആകണം. ആ എക്സ്പീരിയൻസ് ആണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതാണ്. എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു വിപ്ലവം സംഭവിക്കും. ഞാൻ പറഞ്ഞതിന്റെ ആഴവും അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട്, ജീവിതയാത്രയിൽ അള്ളാഹു നിങ്ങളുടെ വഴികളിൽ നന്മയും വെളിച്ചവും ബർക്കത്തും ചൊരിഞ്ഞു തരുമാറാകട്ടെ എന്ന് മനസ്സിന്റെ ഉള്ളറകളിൽ നിന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിക മുഹമ്മദിൻ വ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.